Hello students, welcome back. So today we are going to start one of the important and an interesting chapter. So it's a simple chapter that is based on our lifestyle and life process and all because this come to as an application for our life as well. അല്ലേ സോ നമ്മൾ ഇന്ന് ഒരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ദ നെയിം ഓഫ് ദ ചാപ്റ്റർ ഈസ് വേസ്റ്റ് വാട്ടർ സ്റ്റോറി. അപ്പോൾ എന്താണ് ഈ വേസ്റ്റ് വാട്ടർ സ്റ്റോറി? എന്തായിരിക്കും ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കോൺസെപ്റ്റ്സുകൾ? നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ നോക്കിയാൽ എത്ര മാത്രം പ്ലാസ്റ്റിക്സ് അല്ലെങ്കിൽ വേസ്റ്റിൻ്റെ അക്യുമുലേഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ അല്ലേ. ഇറ്റ്സ് എ ബാഡ് എഫക്റ്റ് ടു അവർ എൻവയോൺമെൻറ്റ് ആസ് വെൽ. നമ്മളെ എൻവയോൺമെൻറ്റിന് അത് വളരെ രീതിയിലൊരു ബാഡ് ഇൻഫ്ലുവൻസും എഫക്റ്റും തരുന്നുണ്ട്. ഇൻ ദ ഫോം ഓഫ് ഈ ഡിസീസ് കോസിങ് ആവാം, അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ പൊല്യൂഷൻ എന്ന രീതിയിലാവാം. സോ ഈ ഒരു കണ്ടീഷൻസിനെ ഒക്കെ ഫോം ചെയ്യുന്നത് എന്താണ്? ഈ വേസ്റ്റ് ആണ്. വേസ്റ്റ് ആണ് ഒരു വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആൻഡ് ബാഡ് എഫക്റ്റ് ദാറ്റ് ഈസ് മേക്കിംഗ് ആ എൻവയോൺമെൻറ്റ് ഇൻ എ വാസ്റ്റ് ആൻഡ് എ വേസ്റ്റ് കണ്ടീഷൻ. ഓക്കെ, ഒരു ഭീകരമായ ഒരു വേസ്റ്റ് കണ്ടീഷനിലേക്ക് എത്തിക്കുന്നത് ഈ വേസ്റ്റ് മെറ്റീരിയൽസ് ആണ്. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ അതിനെക്കുറിച്ച് എന്താണ് അതിനെ പറ്റിയ മെഷർമെൻറ്റ്സ്, വാട്ട് ആർ ദ കൺട്രോൾ മെഷേഴ്സ് ആർ വി ക്യാൻ ടേക്ക്, എന്താണ് വേസ്റ്റ് വാട്ടർ എന്ന് വെച്ചാൽ ഈ കോൺസെപ്റ്റ്സ് ഒക്കെയാണ് നമ്മൾ വി ആർ ഗോയിങ് ടു ഡിസ്കസ്. സോ ഇറ്റ്സ് എ സിമ്പിൾ ചാപ്റ്റർ, ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ഡിയർ സ്റ്റുഡൻസ്. സോ പ്ലീസ് ടേക്ക് യുവർ നോട്ട്ബുക്ക് ആൻഡ് റൈറ്റ് ഡൗൺ ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഫ്രം ദിസ് ചാപ്റ്റർ. സോ സ്റ്റുഡൻസ്, വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ദ ചാപ്റ്റർ വേസ്റ്റ് വാട്ടർ സ്റ്റോറി. അപ്പോൾ വേസ്റ്റ് വാട്ടർ സ്റ്റോറി എന്ന ചാപ്റ്ററിൻ്റെ പേരാകുമ്പോൾ അതിനുമായിട്ട് കുറച്ച് ബന്ധങ്ങൾ ഉണ്ടാവുമല്ലോ, വേസ്റ്റും വാട്ടറുമായിട്ട്. അതിന് തമ്മിലൊരു കോറിലേഷൻ ആയിട്ടൊരു ബന്ധം അവിടെ ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ എലമെൻറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ റെഡിയല്ലേ മക്കളെ? റെഡിയല്ലേ? സോ നമുക്ക് തുടങ്ങിയാലോ? റെഡിയല്ലേ? ഓക്കെ, സോ വി ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് വേസ്റ്റ് വാട്ടർ സ്റ്റോറി. ആദ്യം തന്നെ എന്തൊക്കെയാണ് നമുക്ക് ലേണിംഗ് ഔട്ട്കംസ് ആയിട്ട് നമുക്ക് കിട്ടാൻ നോക്കാം. ഈ ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്തിലൊക്കെയാണ് ബേസിസ് കിട്ടുന്നത് നമുക്ക് നോക്കിയാലോ. സോ വേസ്റ്റ് വാട്ടർ സ്റ്റോറി ഗൈഡ്സ് ദ സ്റ്റുഡൻസ് ടു ബിക്കം എ റെസ്പോൺസിബിൾ സിറ്റിസൺ. നമുക്ക് ഒരു അവയർനെസ് തരും, പ്രോപ്പറായിട്ടൊരു അവയർനെസ് കിട്ടും. എങ്ങനെയാണ് നമുക്ക് ഈ പ്ലാസ്റ്റിക്കും വേസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് സീവേജ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് ഈ കൺസർവേഷൻ ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ നമ്മളൊരു ആക്റ്റീവായിട്ടുള്ളൊരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സിറ്റിസൺ ആയിട്ട് നമ്മളെ മാറ്റിയെടുക്കാൻ ഈ ചാപ്റ്ററിന് കഴിയും. സോ നിങ്ങൾ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഈ ചാപ്റ്റർ ഒന്ന് പഠിക്കാം ആൻഡ് യു വിൽ ബിക്കം എ റെസ്പോൺസിബിൾ സിറ്റിസൺ ഹു ക്യാൻ കീപ്പ് അവർ നേച്ചർ ഇൻ യുവർ ഹാൻഡ്സ്. എന്ന രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിച്ചോ, സ്റ്റുഡൻസ് വിൽ ലേൺ അബൌട്ട് ദ സാനിറ്റേഷൻ, വേസ് ഓഫ് സീവേജ് ഡിസ്പോസൽ, സാനിറ്റേഷൻ അറ്റ് പബ്ലിക് പ്ലേസസ്, സാനിറ്റേഷൻ, ഹൈജീനിസിറ്റി, സീവേജ് ട്രീറ്റ്മെൻറ്റ്, ഇങ്ങനെയുള്ള കോൺസെപ്റ്റ്സിനൊക്കെ കുറിച്ച് എല്ലാവർക്കും ഒരു ബേസും ഐഡിയയും ഒക്കെ കിട്ടും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും എന്താണ് ഈ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ എന്ന്. കൂടുതലായിട്ട് നിങ്ങൾക്ക് ഓരോരോ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊരു ബോധമുണ്ടാവും. ഓ, ഇതാണ് സംഭവം, അപ്പോൾ ഇങ്ങനെയുള്ള മെഷർമെൻറ്റ് ചെയ്താൽ അതിനെ റെക്ടിഫൈ ചെയ്യാം. അപ്പോൾ അത് ആളുകളിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാനും സാധിക്കണം. സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത്. റെഡിയല്ലേ മക്കളെ? അതേപോലെ നോക്ക്, സ്റ്റുഡൻസ് വിൽ അണ്ടർസ്റ്റാൻഡ് their role in keeping the environment clean and healthy. നമുക്കും റോളുണ്ട്. നമ്മൾ ഈച്ച് ആൻഡ് എവ്രി വൺ ആസ് എ വോളണ്ടിയർ, നമ്മളൊരു വോളണ്ടിയർ ആയിട്ട് നമ്മുടെ നേച്ചർ, ബീച്ചൊക്കെ ക്ലീൻ ചെയ്യുക, അങ്ങനെയുള്ള കുറേ പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് മുന്നോട്ട് എടുത്തിട്ട് അതൊക്കെ ചെയ്താൽ മാത്രമാണ് നമ്മുടെ എൻവയോൺമെൻറ്റിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും, ക്ലീൻ ആയിട്ട് ഹൈജീനായിട്ട് വെക്കാൻ പറ്റും. നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ അവസ്ഥയെ നമുക്കറിയാം. വി നോ ദ കണ്ടീഷൻ ഓഫ് ദ പൊല്യൂഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ കേരള ഡ്യൂ ടു വാട്ടർ പൊല്യൂഷൻ ആവാം, ബീച്ചസ് ആൻഡ് ഓൾ. വി ക്യാൻ സീ വാസ്റ്റ് ടൂറിസ്റ്റ്സ് ഒക്കെ അട്രാക്ട് ചെയ്യുന്ന ഒരു പ്ലേസ് തന്നെയാണ് കേരളം. ബട്ട് ദെൻ ഓൾസോ വി ഹാവ് ലോട്ട്സ് ഓഫ് പ്രോബ്ലംസ് ലൈക്ക് വേസ്റ്റിൻ്റെ അക്യുമുലേഷൻ കാരണം, ആസ് വി ഓൾ നോ ദ റീസൺ ഇഷ്യൂസ് ഇൻ കേരള ആൻഡ് ഓൾ. സോ അതൊക്കെയാണ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആൻഡ് ദാറ്റ് കീപ്സ് അസ് ടു എന്താണ് നമ്മൾ സസ്റ്റെയിൻ ആയിട്ട് നമുക്കിത് മനസ്സിലാക്കും. ഇങ്ങനത്തെ പ്രോബ്ലംസ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ പോകുന്നത്. സോ റെഡിയല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഇനി നോക്ക്, സ്റ്റുഡൻസ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. ദേ വിൽ റിസീവ് എ ഗൈഡൻസ് ടു മെയിൻറ്റെയിൻ ഗുഡ് സാനിറ്റേഷൻ. എങ്ങനെയാണ് മക്കളെ നല്ലൊരു സാനിറ്റേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക, നല്ലൊരു ടോയ്ലറ്റ്, പബ്ലിക് ടോയ്ലറ്റൊക്കെ നല്ല രീതിയിൽ എങ്ങനെയാണ് വെക്കാൻ പറ്റുക എന്നുള്ള കാര്യം. ഇപ്പോൾ നിങ്ങൾക്കറിയാം, പല ഭാഗങ്ങളിൽ നമ്മുടെ കേരളത്തിലെ എന്താ പ്രശ്നങ്ങളില്ലാതെ തോന്നുന്നു, പക്ഷേ പല ബീഹാർ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ദേ ഡോണ്ട് ഹാവ് എ പബ്ലിക് ടോയ്ലറ്റ്. അവർക്ക് പ്രോപ്പറായിട്ട് ടോയ്ലറ്റ് ഇല്ല. അവർ ജസ്റ്റ് ഗോയിങ് ടു ലാൻഡ് അങ്ങനെയുള്ള രീതിയിലാണ് അവർ ടോയ്ലറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ അത് ഭയങ്കരമായിട്ടുള്ള പ്രോബ്ലംസ് പിന്നീട് ഉണ്ടാവും. ഇറ്റ് കോസ് വാരിയസ് ഡിസീസസിന്
ഒരു കാരണം തന്നെയാണത് ഈ പ്രോപ്പർ സാനിറ്റേഷൻ അല്ലാത്തത്. സോ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒന്ന് റെക്ടിഫൈ ചെയ്യാനും അത് ഓവർകം ചെയ്തും മാറ്റിയെടുക്കാനും കൂടി നമുക്ക് എന്താവശ്യമുണ്ട് മക്കളെ? നല്ല പ്രോപ്പറായിട്ട് സാനിറ്റേഷൻ ഒരു ഗൈഡൻസ് നമുക്ക് കിട്ടിയേ മതിയാവും. റെഡിയല്ലേ കോൺസെപ്റ്റ്? ഓക്കെ അല്ലേ? ഇനി നോക്ക്, സ്റ്റുഡൻസ് വിൽ ലേൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ. എന്താണ് വാട്ടറിൻ്റെ ഇമ്പോർട്ടൻസ്, എങ്ങനെയാണ് വാട്ടർ കൺസേർവ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ സെറ്റായിരിക്കും മക്കളെ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇനി ചാപ്റ്ററിലേക്ക് കടക്കാൻ പോകണം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ കഴിയുമ്പോൾ കിട്ടുന്ന ഔട്ട്കംസ്. അപ്പോൾ റെഡിയല്ലേ മക്കളെ? സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ചാപ്റ്റർ? സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ദ കോൺസെപ്റ്റ്സ് റിലേറ്റഡ് ടു ദിസ് ചാപ്റ്റർ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, കണ്ടൻസ്. എന്തൊക്കെയാണ് കണ്ടൻസ് നമുക്ക് പഠിക്കാനുള്ളത്? വി ഹാവ് ടു ലേൺ അബൌട്ട് വാട്ട് ഈസ് വേസ്റ്റ് വാട്ടർ. വേസ്റ്റ് വാട്ടർ കുഡ് ബി റിയൂസ്ഡ്. അതെങ്ങനെയാണ് റിയൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. രണ്ടാമതായിട്ട് ഡിഫറൻഷിയേറ്റ്സ് ബിറ്റ്വീൻ ഡേർട്ടി വാട്ടർ ആൻഡ് ക്ലീൻ വാട്ടർ. എന്താണ് മക്കൾ ഡേർട്ടി വാട്ടറും ക്ലീൻ വാട്ടറും? അത് തമ്മിലുള്ള ഡിഫറൻസിയേഷനെ കുറിച്ച് നമ്മൾ പറയും. സോഴ്സ് ഓഫ് വേസ്റ്റ് വാട്ടർ, വേസ്റ്റ് വാട്ടറിൻ്റെ സോഴ്സസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കും. അതേപോലെ ഇമ്പോർട്ടൻസ് ഓഫ് വേൾഡ് വാട്ടർ ഡേൻ്റെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. സീവേജ്, സീവർ ആൻഡ് സീവറേജ് എന്നതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദ ഇംപ്യൂരിറ്റീസ് ഇൻ സീവേജ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓൺ സീവേജിനെ കുറിച്ച് നമ്മൾ നോക്കും. WWTP എന്നൊരു വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ ഹൗ ടു ബിക്കം എൻ ആക്റ്റീവ് സിറ്റിസൺ, എങ്ങനെയാണ് നമ്മളൊരു ആക്റ്റീവ് സിറ്റിസൺ ആവുന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ബെറ്റർ ഹൗസ് കീപ്പിംഗ് ഇൻ പ്രാക്ടീസ്, ഹൗസ് കീപ്പിംഗ് പ്രാക്ടീസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സാനിറ്റേഷൻ, ഡൊമസ്റ്റിക് ആൻഡ് പബ്ലിക് പ്ലേസസ്, അതിന് പ്രോപ്പർ സാനിറ്റേഷൻ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഡിസീസസ് ആൻഡ് കൺട്രോൾ, അതേപോലെ കൺക്ലൂഷനുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് കവർ ചെയ്യാൻ പോകുന്നത് കോൺസെപ്റ്റ്സ്. അപ്പോൾ റെഡിയല്ലേ? നമുക്കൊന്ന് കടന്നാലോ? ഓക്കെ. സോ മക്കളെ, എന്താണ് വേസ്റ്റ് വാട്ടർ? എടാ എന്താണ് വേസ്റ്റ് വാട്ടർ? നമ്മൾ ഒരു പ്യുവർ വാട്ടർ, നല്ലൊരു വെള്ളത്തെ നമ്മൾ അതിലെ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ വേസ്റ്റ് മെറ്റീരിയൽസ് ഇടുമ്പോഴാണ് ആ വെള്ളം പിന്നെ ഒരു പേർപ്പസിനും യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് നമ്മൾ എന്ത് പറയുക? വേസ്റ്റ് വാട്ടർ എന്ന് പറയാം അല്ലേ? കണ്ടാമിനേറ്റഡ് ആവുക അല്ലേ മക്കളെ? സോ എന്തായിരിക്കും വേസ്റ്റ് വാട്ടർ? നമുക്ക് നോക്കിയാലോ. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് വേസ്റ്റ് വാട്ടർ. എന്താണ് വേസ്റ്റ് വാട്ടർ? അതിൻ്റെ ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളെ, വാട്ട് ഈസ് വേസ്റ്റ് വാട്ടർ എന്നാണ് ചോദ്യം. ശ്രദ്ധിച്ചോ, water contaminated with harmful and undesirable substance is called waste water. എങ്ങനെ? വാട്ടർ കണ്ടാമിനേറ്റഡ് വിത്ത്, വാട്ടർ കണ്ടാമിനേറ്റ് ചെയ്യപ്പെടുക, അതായത് പൊല്യൂട്ട്, അതായത് വൃത്തികേടൊക്കെ കുടിക്കാനും കൂടി പറ്റാതെ വൃത്തിശൂന്യമായിട്ട് അങ്ങനെ നിലനിർത്തുന്ന ഒരു കണ്ടീഷൻ. വാട്ടർ കണ്ടാമിനേറ്റഡ് വിത്ത് harmful and undesirable substance is called waste water അല്ലേ? നമുക്ക് എന്താ പറയുന്നത് വെച്ചാല് വാട്ടർ contaminated with harmful and harmfulും അതേപോലെ തന്നെ undesirable ആയിട്ടുള്ള harmful and undesirable substance is called waste water. is called എന്താണ് മക്കളെ? വേസ്റ്റ് വാട്ടർ. അത് നമ്മൾ എന്താ വിളിക്കുന്നു? വേസ്റ്റ് വാട്ടർ എന്ന് നമ്മൾ വിളിക്കുന്നു. ക്ലിയർ അല്ലേ? സോ എന്താണ്? വാട്ടർ കണ്ടാമിനേറ്റഡ് വിത്ത്, വെള്ളം കണ്ടാമിനേറ്റഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്തുമായിട്ട്? ഹാംഫുൾ ആൻഡ് അൺഡിസയറബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് വെച്ച് വേസ്റ്റ് വാട്ടർ കണ്ടാമിനേറ്റഡ് ആവുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് വേസ്റ്റ് വാട്ടർ എന്ന്. അതിന് നമ്മൾ പറയുന്ന പേരെന്താണ് മക്കളെ? വേസ്റ്റ് വാട്ടർ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. So water contaminated with a harmful and undesirable substance is called waste water. അപ്പോൾ വേസ്റ്റ് വാട്ടർ എന്താണ്? അതിന്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ മക്കളെ? ഒരു ഐഡിയ കിട്ടിയല്ലോ വേസ്റ്റ് വാട്ടർ എന്താണ്? ഒരു ഐഡിയ കിട്ടിയല്ലോ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? നമുക്ക് ഇനി അടുത്ത പാർട്ടിലേക്ക് മൂവ് ചെയ്താലോ? റെഡി? ഓക്കെ. സോ നോക്കാം. ക്ലീൻ വാട്ടർ പുട്ട് ടു യൂസ്. ക്ലീൻ വാട്ടർ എങ്ങനെയൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക നോക്കാം. എന്തിനൊക്കെയാണ് നമ്മളൊരു വാട്ടർ എന്ന രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് യൂസ് ഓഫ് വാട്ടർ എന്ന രീതിയിൽ നമുക്ക് പറയാം. ഒന്ന് മെയിനായിട്ട് കുക്കിംഗ് പേർപ്പസിന് വി നീഡ് വാട്ടർ അല്ലേ മക്കളെ? വി നീഡ് കുക്കിംഗ് പേർപ്പസിന് വെള്ളം, നല്ല കുക്കിംഗ് പേർപ്പസിന് നമുക്ക് വെള്ളം വേണം. അത് നമുക്ക് എന്താ പറയുക, അടുക്കള വെള്ളം ഉപയോഗിച്ചാൽ പറ്റുമോ? ഇല്ലല്ലോ. അതേപോലെ എന്താണ് ബാത്തിങ്, നമുക്ക് ഫ്രഷ് ആവാൻ, ബാത്തിങ്ങിന് കുളിക്കാനൊക്കെ നമുക്ക് നല്ല രീതിയിൽ നല്ല വെള്ളം തന്നെ വേണം. അതേപോലെ തന്നെ ഡ്രസ്സൊക്കെ വാഷിങ് ചെയ്യാനൊക്കെ അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. പിന്നെ മെയിനായിട്ട് ഡ്രിങ്കിങ് പർപ്പസിന് നമുക്ക് ക്ലീൻ വാട്ടർ വേണം. സോ ക്ലീൻ വാട്ടർ എന്ന രീതിയിൽ നമുക്ക് ക്ലീൻ വാട്ടർ എന്തിനൊക്കെയാണ് നമുക്ക് വേണ്ടത് മക്കളെ? ഫസ്റ്റ് വൺ,
ഡ്രിങ്കിങ് പേർപ്പസിന് ഡ്രിങ്കിങ്ങിന് നമുക്ക് പ്യുവർ വാട്ടർ അല്ലെങ്കിൽ ക്ലീൻ വാട്ടർ നമുക്ക് മസ്റ്റാണ്. ഡ്രിങ്കിങ് പേർപ്പസിന് നമുക്ക് ക്ലീൻ വാട്ടർ മസ്റ്റാണ് അല്ലേ? രണ്ടാമതായിട്ട് നോക്ക്, കുക്കിങ്ങിനും നമുക്ക് ക്ലീൻ വാട്ടർ മസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാറ് നമ്മളത് ബോയിലൊക്കെ ചെയ്തിട്ടല്ലേ നമ്മൾ ഉപയോഗിക്കുക, എന്നാലും കുറേ ബാക്ടീരിയസ് അതിൽ ഉണ്ടാവും, അത് ഹെൽത്തിന് പ്രശ്നമാവും, ഫുഡിൻ്റെ ടേസ്റ്റിനും വ്യത്യാസം ഉണ്ടാവും. സോ കുക്കിംഗ് നോക്കണം. അതേപോലെ ബാത്തിങ്ങും ഉണ്ടാവും. ബാത്തിങ്ങിനും നമുക്ക് ക്ലീൻ വാട്ടർ തന്നെ മസ്റ്റാണ്. അതേപോലെ കാരണം പേഴ്സണൽ ഹൈജീനിസിറ്റി നോക്കണം. പിന്നെ വാഷിംഗ് പേർപ്പസിനും എന്താണ് നമുക്ക് നല്ല രീതിയിലുള്ള ക്ലീൻ വാട്ടർ തന്നെ വേണം. സോ ഇത്രയും കാര്യങ്ങൾക്ക് നമ്മൾ ക്ലീൻ വാട്ടർ യൂസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ എന്തിനൊക്കെയാണ് നമുക്ക് ക്ലീൻ വാട്ടർ മെയിനായിട്ട് വേണ്ടത് മക്കളെ? ഡ്രിങ്കിങ്, കുക്കിംഗ്, വാഷിംഗ്, ബാത്തിങ്. അപ്പോൾ ഈ കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ടാണ് നമുക്ക് ക്ലീൻ വാട്ടർ നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ മക്കളെ? ഇത്രയും കോൺസെപ്റ്റ്സ് ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? സോ ഡ്രിങ്കിങ്, കുക്കിംഗ്, ബാത്തിങ് ആൻഡ് വാഷിങ്ങിനാണ് നമുക്ക് മെയിനായിട്ട് ക്ലീൻ വാട്ടർ വേണ്ടത്. അപ്പോൾ ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് ക്ലീൻ വാട്ടർ ഇസ് ക്ലിയർ ഫോർ യു. ക്ലീൻ വാട്ടറിൻ്റെ കോൺസെപ്റ്റ് ഓക്കെ അല്ലേ മക്കളെ? റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. നൗ വാട്ടർ അവർ ലൈഫ് ലൈൻ ആൻഡ് വാട്ടർ ഫോർ ലൈഫ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ് നമ്മൾ നോക്കുന്നത്. സോ വാട്ടർ എന്താണ്? വാട്ടർ നമുക്ക് പറയാം. വാട്ടർ ഫോർ ലൈഫ് ആൻഡ് വാട്ടർ ഫോർ ലൈഫ് ഇസ് എ ലൈഫ് ലൈൻ എന്ന് നമുക്ക് പറയാം. അതായത് വാട്ടർ ഫോർ ലൈഫ് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ നടന്നിട്ടുണ്ട്. സോ എന്താണ് വാട്ടർ ഫോർ ലൈഫ്? അതിൻ്റെ ലോഗോ പ്രശ്നമാണിത്. ക്യാൻ സി എ ലോഗോ. സോ എന്താണ് കൺസേർവിങ് ഓഫ് വാട്ടർ? മെയിൻ ലക്ഷ്യം എന്താണ്? വാട്ടർ കൺസേർവ് ചെയ്യുക. ഇതെപ്പോഴാണ്? 2005 മുതൽ 2015 വരെ. അപ്പോൾ എന്താണ് മെയിൻ ലക്ഷ്യം? വാട്ടർ കൺസർവേഷനും ഇതും പൊല്യൂഷൻ ഫ്രീ വാട്ടറും വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റ് ആയിരുന്നു. പൊല്യൂഷൻ ഫ്രീ വാട്ടർ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ക്ലിയർലേ? സോ അതിൻ്റെ ടൈറ്റിൽ എങ്ങനെയായിരുന്നു? വാട്ടർ അവർ ലൈഫ് ലൈൻ ആൻഡ് വാട്ടർ ഫോർ ലൈഫ്. അതായത് വാട്ടർ ഈസ് കമ്പയർഡ് ടു സേ ദാറ്റ് വാട്ടർ ഈസ് ആൻ എസെൻഷ്യൽ കോമ്പണന്റ് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കോമ്പണന്റ് തന്നെയാണ് ആര് മക്കളെ? വാട്ടർ. വാട്ടർ ഈസ് വൺ ഓഫ് ദ എസെൻഷ്യൽ കോമ്പണന്റ് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിലെ വൺ ഓഫ് ദ എസെൻഷ്യൽ കോമ്പണന്റ് തന്നെയാണ് ആര്? വാട്ടർ. വാട്ടർ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ അല്ലേ? നമുക്ക് വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. വി നീഡ് വാട്ടർ ഫോർ എവറിത്തിങ്. അത് നമ്മൾക്ക് മാത്രമല്ല, പ്ലാന്റ്സിനായിക്കോട്ടെ അനിമൽസിനായിക്കോട്ടെ എല്ലാവർക്കും വാട്ടർ നല്ല രീതിയിൽ തന്നെ വേണം എന്നർത്ഥം. അതായത് എനിക്കിപ്പോൾ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് മുന്നോട്ടേക്കുള്ള ലൈഫ് പ്രോസസ്സ് നടക്കാൻ ബുദ്ധിമുട്ടാവും. സോ അവിടെ ഓക്സിജൻ നമ്മുടെ ബോഡിയിലേക്ക് വാട്ടറിലൂടെ എത്തും. അതേപോലെ തന്നെ നല്ല മിനറൽ ആക്റ്റീവായിട്ട് നിൽക്കും, ഹൈഡ്രേറ്റ് ചെയ്ത് നിൽക്കും നമ്മുടെ ബോഡി. ഇതിൻ്റെയൊക്കെ ഒരു പാർട്ട് തന്നെയാണ് വാട്ടർ. വാട്ടർ ഇസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് അവർ ലൈഫ് ആസ് വെൽ മക്കളെ. അത് ശ്രദ്ധിച്ചോ? വാട്ടർ വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആൻഡ് എസെൻഷ്യൽ ഫാക്ടറാണ് നമ്മുടെ ലൈഫിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. വാട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? അവർ ലൈഫ് ലൈനാണ്. അതേപോലെ വാട്ടർ ഫോർ ലൈഫ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വെക്കണം. ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. സോ റെഡി അല്ലേ മക്കളെ? ഷാൽ വി മൂവ് ടു നെക്സ്റ്റ് പാർട്ട്? ഓക്കെ. സോ വാട്ടർ അവർ ലൈഫ് ലൈൻ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. വാട്ടറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. റെഡി അല്ലേ? വാട്ടർ അവർ ലൈഫ് ലൈൻ നോക്കാം. വാട്ടർ അവർ ലൈഫ് ലൈൻ. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് വാട്ടർ അവർ ലൈഫ് ലൈനിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. സോ വാട്ടർ ഈസ് യൂസ്ഡ് ഫോർ വെറൈറ്റി പർപ്പസ് ഇൻ അവർ എവറിഡേ ലൈഫ് അല്ലേ? നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ റൊട്ടീൻ വർക്ക്സിന് മെയിനായിട്ട് നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഡെയിലി നമുക്ക് വാട്ടർ വേണം. വാട്ടറില്ലാതെ നമുക്ക് ജീവിക്കാൻ കൂടി പറ്റാത്ത അവസ്ഥയാണ്. വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. വാട്ടർ ഈസ് യൂസ് ഫോർ വെറൈറ്റി ഓഫ് പേർപ്പസ് ഇൻ അവർ ഡേ ലൈഫ്. നമ്മുടെ ഡെയിലി ലൈഫിൽ വെറൈറ്റി ഓഫ് പേർപ്പസിന് നമുക്ക് വാട്ടർ വേണ്ടേ മക്കളെ? അതേപോലെ നോക്ക്, വെൻ യൂസ്ഡ് ദിസ് വാട്ടർ ബിക്കംസ് അഡൾട്രേറ്റഡ് ആൻഡ് ഈസ് കോൾഡ്
വേസ്റ്റ് വാട്ടർ വെൻ യൂസ്ഡ് ദിസ് വാട്ടർ ബിക്കംസ് എന്താണ് അഡൾട്രേറ്റഡ് ആവും. അത് എന്താ പറയുക കണ്ടാമിനേറ്റഡ് അല്ലെങ്കിൽ അത് പൊല്യൂട്ടഡ് ആവും. ആ വാട്ടറിൻ്റെ എക്സിസ്റ്റ് ഫോമിലല്ല മാറുക, അത് വേറെ എന്തെങ്കിലും ഫോമിലാണ് അത് പ്രൊഡക്റ്റ് ആയിട്ട് വരിക. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ വാഷിംഗ് ചെയ്യുമ്പോൾ അതിൽ ഡിറ്റർജൻറ്റ് പൗഡർ ഇട്ടിട്ട് നമ്മൾ വാഷ് ചെയ്യും, ആ വെള്ളം നമ്മൾ കളയും, അതെന്താണ് വേസ്റ്റ് വാട്ടർ ആയിട്ട് മാറിയില്ല, അത് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, അത് വേസ്റ്റ് വാട്ടർ ആയിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. സോ എന്താണ് ഒരു പോയിന്റ് നിങ്ങൾ പറയേണ്ടത്, വാട്ടർ ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ആൻഡ് എസെൻഷ്യൽ പാർട്ട് എന്ന് നമുക്ക് പറയണം. വാട്ടർ ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ആസ് വെൽ ആസ് an essential part. വാട്ടർ ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ആസ് വെൽ ആസ് എന്താണ് മക്കളെ ഒരു എസെൻഷ്യൽ പാർട്ട് കൂടി ആണ്. സോ അതേ കൂടെ നോക്ക്, നിങ്ങൾ ഇവിടെ എഴുതേണ്ട കാര്യം എന്ന് പറയുമ്പോൾ വാട്ടർ ഈസ് യൂസ്ഡ് ഇൻ എ ഡെയിലി പർപ്പസ്. വാട്ടർ ഈസ് യൂസ്ഡ് ഫോർ എ വെറൈറ്റി ഓഫ് പർപ്പസ് അല്ലേ. അതേപോലെ നോക്ക്, ഇൻ അവർ ഡേ എവറി ഡേ ദിവസവും നമുക്ക് വാട്ടർ നമ്മുടെ അതിൻ്റെ യൂസ് ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, രാവിലെ എഴുന്നേറ്റ പാട് നമുക്ക് മുഖം കഴുകണം, അതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക വാഷ്റൂമിൽ പോകും, നമ്മൾ വെള്ളം കുടിക്കുന്നു, ഇതിനൊക്കെ നമുക്ക് വാട്ടർ വേണ്ടേ. ഡെയിലി ലൈഫിൽ നമുക്ക് വാട്ടറിൻ്റെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പണൻ്റ് തന്നെയല്ലേ നോക്ക്. പക്ഷേ വെൻ വാട്ടർ ഈസ് ഗെറ്റ് യൂസ്ഡ്, വെൻ വാട്ടർ ഈസ് യൂസ്ഡ് എന്താവും, ആ വാട്ടർ യൂസ് ചെയ്ത വാട്ടർ എന്ത് പറ്റും മക്കളെ, ദിസ് ബിക്കംസ് എന്താണ് അഡൾട്ടറേറ്റഡ് ആവും. അഡൾട്ടറേറ്റഡ് ആൻഡ് ഈസ് കോൾഡ്, അതങ്ങനെ പിന്നെ യൂസ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാവും. അത് നമ്മൾ എന്ത് പറയും, വേസ്റ്റ് വാട്ടർ എന്ന് നമുക്ക് പറഞ്ഞൂടെ. നമ്മൾ എന്ത് പറയും അതിനെ, വേസ്റ്റ് വാട്ടർ എന്ന് നമ്മൾ വിളിക്കും. നമ്മൾ എന്ത് വിളിക്കും മക്കളെ, വേസ്റ്റ് വാട്ടർ എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നു. വി കോൾ ദം ആസ് വേസ്റ്റ് വാട്ടർ. സോ വാട്ടർ ഇസ് യൂസ്ഡ് ഫോർ വെറൈറ്റി ഓഫ് പർപ്പസ് ഇൻ അവർ എവറിഡേ ലൈഫ്. വെൻ വാട്ടർ ഇസ് യൂസ്ഡ് ദിസ് വാട്ടർ ബിക്കംസ് അഡൾട്ടറേറ്റഡ് ആൻഡ് ഇസ് കോൾഡ് വേസ്റ്റ് വാട്ടർ. നമ്മൾ എന്ത് വിളിക്കുന്നു, വേസ്റ്റ് വാട്ടർ എന്ന് വിളിക്കുന്നു. ക്ലിയർ അല്ലേ? നോക്കാം, ഈ പോയിന്റ് ഓക്കെ അല്ലേ മക്കളെ, റെഡി അല്ലേ? ഇനി ശ്രദ്ധിക്കുക, പൊല്യൂട്ടഡ് വാട്ടർ ലീഡ്സ് ടു പീപ്പിൾ സഫറിങ് ഫ്രം വാട്ടർ റിലേറ്റഡ് ഡിസീസ്. ഇനി ആ വാട്ടർ പൊല്യൂട്ടഡ് ആണെങ്കിൽ പൊല്യൂട്ടഡ് വാട്ടർ കോസസ് വാരിയസ് പ്രോബ്ലംസ്. അതിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണ് ഡിസീസ് കോസിങ്. സോ പൊല്യൂട്ടഡ് വാട്ടർ കോസസ് എന്താണ്, പൊല്യൂട്ടഡ് വാട്ടർ കോസസ് ഡിസീസസ്. പൊല്യൂട്ടഡ് വാട്ടർ എന്താണ്, ഡിസീസസ് ആണ് കോസ് ചെയ്യുന്നത്. പൊല്യൂട്ടഡ് വാട്ടർ കോസസ് ഡിസീസസ്. ക്ലിയർ അല്ലേ? സോ പൊല്യൂട്ടഡ് വാട്ടർ ലീഡ്സ് ടു പീപ്പിൾ സഫറിങ് ഫ്രം വാട്ടർ റിലേറ്റഡ് ഡിസീസ്. ഇറ്റ് ലീഡ് ടു വാട്ടർ റിലേറ്റഡ് ഡിസീസിന് അത് കാരണമായി മാറുന്നുണ്ട്. വാട്ടർ റിലേറ്റഡ് ഡിസീസ് എന്ത് റിലേറ്റഡ് ഡിസീസ് ആണ്, വാട്ടർ റിലേറ്റഡ് ഡിസീസ് ആണ് മക്കളെ. അപ്പോൾ എന്താണ് വാട്ടർ റിലേറ്റഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മക്കൾ ഈ വാട്ടർ റിലേറ്റഡ് ഡിസീസ് എന്ന് പറയുമ്പോൾ, വാട്ടർ കാരണം, അതായത് അതിൽ എന്തെങ്കിലും കണ്ടാമിനേഷൻസ് ഉണ്ട്, അതെന്തെങ്കിലും പാത്തജൻസ് ഉണ്ട്, അത് പിന്നീട് ഒരു എഫക്റ്റ് ആയിട്ട് മാറി ഒരു ഹ്യൂമൻ ബോഡിയിൽ അതൊരു അസുഖം എന്ന രീതിയിൽ അത് വരുന്നുണ്ടെങ്കിൽ അത് പൊല്യൂട്ടഡ് വാട്ടർ ആയിട്ട് മാറും അല്ലേ മക്കളെ. ഇറ്റ് കോസസ് ഡിസീസസ്. ഈ ഒരു പോയിന്റും ഓക്കെ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഇനി നോക്ക്, വാട്ടർ ഗെറ്റ്സ് പൊല്യൂട്ടഡ് ഡ്യൂ ടു സെവറൽ ഫാക്ടേഴ്സ്. എങ്ങനെയായിരിക്കും വാട്ടറിന് പൊല്യൂഷൻ സംഭവിക്കുക മക്കളെ? ഹൗ വാട്ടർ ഈസ് ഗെറ്റിംഗ് പൊല്യൂട്ടഡ്? പൊല്യൂട്ടഡ് വാട്ടർ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? എന്തൊക്കെയാണ് ഫാക്ടേഴ്സ്? നമ്പർ 1 we have എന്താണ്, such as increase in population. increase in population ആണ് ഒരു കാരണം. ഒന്ന് increase in population. ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ എന്ന് നമുക്ക് പറയാമല്ലോ മക്കളെ. പോപ്പുലേഷൻ കൂടുന്തോറും വെള്ളത്തിൻ്റെ ആവശ്യകത കൂടും, അപ്പോൾ വേസ്റ്റ് വാട്ടറിൻ്റെ അളവും കൂടുതലാവും അല്ലേ മക്കളെ. ഇനി അതേപോലെ നോക്ക്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്സ് കാരണം വേസ്റ്റ് വാട്ടർ കൂടും. എന്താണ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കാരണം വേസ്റ്റ് വാട്ടർ ഇൻക്രീസ് ആവും. വേസ്റ്റ് വാട്ടർ എന്താവും മക്കളെ, ഇൻക്രീസ് ആവും. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കാരണം വേസ്റ്റ് വാട്ടർ ഇൻക്രീസ് ആവും. ആൻഡ് മിസ്മാനേജ്മെന്റ് കാരണവും, ആൻഡ് ഓൾസോ വി ഹാവ് മിസ്മാനേജ്മെന്റ് ഓഫ് വാട്ടർ
വാട്ടറിൻ്റെ യൂസ് മിസ്മാനേജ് ചെയ്യുക വാട്ടറിനെ കുറിച്ച്, അതിനൊക്കെ പറ്റുമ്പോഴാണ് എന്ത് പറ്റുക, നമ്മുടെ വാട്ടർ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള പൊല്യൂഷൻ എന്ന രീതിയിലേക്ക് അത് എത്തിപ്പെടുന്നത്. മനസ്സിലായോ? സോ എന്താണ് മക്കളെ, വാട്ടർ ഗെറ്റ്സ് പൊല്യൂട്ടഡ് ഡ്യൂ ടു സെവറൽ ഫാക്ടേഴ്സ് സച്ച് ആസ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, then industrial development and also mismanagement എന്ന് നമുക്ക് പറഞ്ഞോടെ. ക്ലിയർലെ കോൺസെപ്റ്റ്? ഇനി ശ്രദ്ധിച്ചോ, വേസ്റ്റ് വാട്ടർ ഈസ് സബ്ജക്റ്റഡ് ടു ക്ലീനിങ് പ്രോസസ് ഓഫൺ റെഫേർഡ് ആസ് സീവേജ് ട്രീറ്റ്മെന്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നമ്മുടെ വേസ്റ്റ് വാട്ടർ, നമുക്ക് വന്ന കിട്ടിയ വേസ്റ്റ് വാട്ടറിൽ അത് എന്താകും, സബ്ജക്റ്റഡ് ടു ക്ലീനിങ് പ്രോസസ്. വേസ്റ്റ് വാട്ടർ ശ്രദ്ധിച്ചോ, വേസ്റ്റ് വാട്ടർ ഈസ് സബ്ജക്റ്റഡ് ടു ക്ലീനിങ് പ്രോസസ്. വേസ്റ്റ് വാട്ടർ ഈസ് സബ്ജക്റ്റഡ് ടു എന്താണ് മക്കളെ, ഒരു ക്ലീനിങ് പ്രോസസ്സിന് അവ സബ്ജക്റ്റഡ് ചെയ്തിട്ടുണ്ടാവും. സബ്ജക്റ്റഡ് ടു ക്ലീനിങ് പ്രോസസ് ഓഫൻ റെഫേർഡ് അല്ലെങ്കിൽ കോൾഡ് ആസ്, എന്താ നമ്മൾ അതിനെ വിളിക്കുക, സീവേജ് ട്രീറ്റ്മെന്റ് എന്ന്. എന്താ പറയുക മക്കളെ, സീവേജ് ട്രീറ്റ്മെന്റ്. വി കോൾ ദം ആസ് സീവേജ് ട്രീറ്റ്മെന്റ്. നമ്മൾ എന്ത് വിളിക്കുന്നു, സീവേജ് ട്രീറ്റ്മെന്റ് എന്നൊരു പേരിൽ നമ്മൾ അവരെ വിളിക്കുന്നു. വി കോൾ ഇറ്റ് ആസ് വാട്ട്, സീവേജ് ട്രീറ്റ്മെന്റ്. നമ്മൾ എന്താ വിളിക്കുക, സീവേജ് ട്രീറ്റ്മെന്റ് എന്നൊരു പേരിലാണ് നമ്മൾ അവരെ വിളിക്കുന്നത്. സോ എന്താണ്, വേസ്റ്റ് വാട്ടർ ഈസ് സബ്ജക്റ്റഡ് ടു എ ക്ലീനിങ് പ്രോസസ് ഓഫൺ റെഫേർഡ് ടു ആസ് സീവേജ് ട്രീറ്റ്മെന്റ്. കോൺസെപ്റ്റ് കത്തിയോ മക്കളെ? വേസ്റ്റ് വാട്ടർ സബ്ജക്റ്റഡ് ടു എ ക്ലീനിങ് പ്രോസസ് ഓഫൺ റെഫേർഡ് ടു ആസ് എന്താണ്, സീവേജ് ട്രീറ്റ്മെന്റ്. അപ്പോൾ ഇത്രയും കോൺസെപ്റ്റ് ആണ് നമ്മൾ വാട്ടർ അവർ ലൈഫ് ലൈനിൽ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കുറേ കോൺസെപ്റ്റ്സ്. സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ മക്കളെ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ, റെഡി അല്ലേ? ഒന്നും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. വാട്ടർ ഇസ് യൂസ്ഡ് ഫോർ എ വെറൈറ്റി ഓഫ് പേർപ്പസ് ഇൻ അവർ എവറിഡേ ലൈഫ്. വെൻ യൂസ്ഡ് ദിസ് വാട്ടർ ബിക്കംസ് അഡൾട്രേറ്റഡ് ആൻഡ് ദാറ്റ് വാട്ടർ ഇസ് നോൺ ആസ് വാട്ട്, വേസ്റ്റ് വാട്ടർ എന്ന രീതിയിൽ അത് ആവുന്നുണ്ട്. പിന്നെ ശ്രദ്ധിച്ചോ, പൊല്യൂട്ടഡ് വാട്ടർ ലീഡ്സ് ടു പീപ്പിൾ സഫറിങ് ഫ്രം വാട്ടർ റിലേറ്റഡ് ഡിസീസിനായിട്ട് അത് എത്തിപ്പെടുന്നുണ്ട്. പിന്നെ വാട്ടർ ഗെറ്റ്സ് പൊല്യൂട്ടഡ് ഡ്യൂ ടു സെവറൽ ഫാക്ടേഴ്സ് സച്ച് ആസ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്, മിസ്മാനേജ്മെന്റ്. നമുക്ക് പറയാം, വേസ്റ്റ് വാട്ടർ ഈസ് സബ്ജക്റ്റഡ് ടു ക്ലീനിങ് പ്രോസസ് ഓഫൺ റെഫേർഡ് ടു ആസ് സീവേജ് ട്രീറ്റ്മെന്റ്. എന്താണ്, സീവേജ് ട്രീറ്റ്മെന്റ് എന്ന്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ, റെഡി അല്ലേ? ഔട്ടൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് ഇനി അടുത്ത പാട്ടിലേക്ക് മൂവ് ചെയ്താലോ? ഓക്കെ. സോ അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സീവേജ്. എന്താണ് മക്കളെ ഈ സീവേജ് എന്നുള്ള കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. സോ വാട്ട് യു മീൻ ബൈ സീവേജ്? സോ പേര് തന്നെ സീവേജ്. എന്താണ് സീവേജ്? നോക്കാം, ശ്രദ്ധിച്ചോ. സീവേജ് ഈസ് എ ലിക്വിഡ് വേസ്റ്റ്. എന്താണവ? ഒരു ലിക്വിഡ് വേസ്റ്റ് ആണ്. അതൊരു ലിക്വിഡ് ആയിട്ടുള്ള വേസ്റ്റ് ആണ്. സീവേജ് ഈസ് എ ലിക്വിഡ് വേസ്റ്റ്. ക്ലിയർ അല്ലേ? ഇറ്റ്സ് എ ലിക്വിഡ് വേസ്റ്റ്. Most of it is water which has dissolved and suspended impurities. നമ്മൾ അഴുക്ക് ചാലിലൊക്കെ കാണുന്ന ഒരു വെള്ളമില്ല, ഒരു കറുത്ത കളറുള്ള ഇങ്ങനെ കെട്ട വെള്ളം എന്ന് നമ്മൾ പറയുന്നത്, ഒരു ഡേർട്ടി ആയിട്ടുള്ള വാട്ടർ, അതാണ് ഈ സീവേജ് എന്ന് പറയുമ്പോൾ. ഇറ്റ്സ് എ ലിക്വിഡ് വേസ്റ്റ്. മോസ്റ്റ് ഓഫ് ഇറ്റ് വാട്ടർ വിച്ച് ഈസ് water which has dissolved and suspended ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസ്. നിങ്ങൾക്ക് കാണാം റോഡിന്റെ സൈഡിലൊക്കെ അല്ലെങ്കിൽ ഈ അഴുക്ക് ചാലുകളിലൊക്കെ നമുക്ക് കാണാം ഒരു വൃത്തികെട്ട ഒരു കളറുള്ള ഒരു വെള്ളം. നമ്മുടെ ഇങ്ങനെ ഒരു ബ്രിഡ്ജിനൊക്കെ അടിയിലൊക്കെ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ, ഈ ഫുട്പാത്തിൻ്റെ സൈഡിലൊക്കെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ ഹോൾസിലൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ലേ? ഇതാണ് എന്ത് മക്കളെ? സീവേജ് എന്ന് നമ്മൾ പറയുന്നത്. സീവേജ് വേസ്റ്റ്. ഒരു വേസ്റ്റ് ഇംപ്യൂർ ആയിട്ടുള്ള ഒരു വാട്ടറാണ് എന്ത്, സീവേജ് എന്ന് നമുക്ക് പറയുന്നത്. കോൺസെപ്റ്റ് ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ നമുക്ക് സീവേജ് ഇസ് എ ലിക്വിഡ് വേസ്റ്റ്. എന്താണത്? അപ്പോൾ ഒരു ലിക്വിഡ് വേസ്റ്റ് ആണ്. ശ്രദ്ധിച്ചോ, മോസ്റ്റ് ഓഫ് ഇറ്റ് വാട്ടർ വിച്ച് ഹാസ് ഡിസോൾവ്ഡ് ആൻഡ് സസ്പെൻഡഡ് ഇംപ്യൂരിറ്റീസ്. ഡിസോൾവ് ആയതും സസ്പെൻഡ് ചെയ്തതുമായിട്ടുള്ള ഇംപ്യൂരിറ്റീസ് ആണ് അതിൽ കാണാൻ പറ്റുന്നത്. ഡിസോൾവ് ആയിട്ടുള്ള ഇതും സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇംപ്യൂരിറ്റീസ് ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് സെറ്റ് അല്ലേ, റെഡി അല്ലേ? അപ്പോൾ സീവേജ് ഇസ് എ ലിക്വിഡ് വേസ്റ്റ്. മോസ്റ്റ് ഓഫ് ഇറ്റ്സ് വാട്ടർ വിച്ച് ഹാസ് ഡിസോൾവ്ഡ് ആൻഡ് സസ്പെൻഡഡ് ഇംപ്യൂരിറ്റീസ്. ക്ലിയർ? ഓക്കെ. നൗ സീ,
water which washes off the roads and roofs carries harmful substance and impurities called contaminants. ഇങ്ങനെയാണ് വാട്ടർ വിച്ച് വാഷസ് ഓഫ് ദ റോഡ്സ് ആൻഡ് റൂഫ്സ് ക്യാരീസ് ഹാംഫുൾ സബ്സ്റ്റൻസ് ആൻഡ് ഇംപ്യൂരിറ്റീസ് കോൾഡ് കണ്ടാമിനൻസ്. എന്താ നമ്മൾ വിളിക്കുക മക്കളെ? കണ്ടാമിനൻസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? നോക്ക്, വാട്ടർ വിച്ച് വാഷസ് ഓഫ് റോഡ്സ് ആൻഡ് റൂഫ്സ് ക്യാരീസ് ഹാംഫുൾ സബ്സ്റ്റൻസ് ആൻഡ് ഇംപ്യൂരിറ്റീസ് കോൾഡ് കണ്ടാമിനൻസ്. എന്താണ് വാട്ടർ വിച്ച് washes off roads and roofs. അതായത് വാഷസ് ഓഫ് ഉദ്ദേശിക്കുന്നത് വേസ്റ്റ് ആയിട്ട് ഇങ്ങനെ കളഞ്ഞ വെള്ളം ഉണ്ടാവില്ല, ഇങ്ങനെ വെള്ളത്തിലൊക്കെ റോഡിലൊക്കെ ഇങ്ങനെ എറിയുന്ന വെള്ളം, റൂഫിലൂടെ ഒക്കെ ഇങ്ങനെ എറിയുന്ന വെള്ളം, അങ്ങനെയുള്ള മോശപ്പെട്ട വെള്ളം ഉണ്ടാവില്ലേ, അതിനാണ് നമ്മൾ വാഷസ് ഓഫ് വാട്ടർ ത്രൂ റൂഫ്സ് ആൻഡ് റോഡ്സ് എന്ന് പറയുന്നത്. അത് ഫ്രേസ് ആയിട്ട് നമ്മൾ പറയുന്നതാണ്. ക്യാരീസ് എന്താണ്? ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് വിച്ച് ക്യാരീസ് ഹാംഫുൾ സബ്സ്റ്റൻസസ് ആൻഡ് ഇംപ്യൂരിറ്റീസ്. ഹാംഫുൾ സബ്സ്റ്റൻസസും ഇംപ്യൂരിറ്റീസും നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത് മക്കളെ? കണ്ടാമിനൻസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത് മക്കളെ? എഴുതി വെച്ചോ, കണ്ടാമിനൻസ്. വി കോൾ ഇറ്റ് ആസ് വാട്ട്? കണ്ടാമിനൻസ്. നമ്മൾ എന്താ വിളിക്കുന്നത് മക്കളെ? കണ്ടാമിനൻസ് എന്നൊരു പേരിലാണ് നമ്മൾ അവരെ വിളിക്കുന്നത്. ഇതാണ് സീവേജിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്. ഓക്കെ അല്ലേ മക്കളെ? സീവേജ് ഇസ് എ ലിക്വിഡ് വിച്ച് വേസ്റ്റ് മോസ്റ്റ് ഓഫ് ഇറ്റ്സ് വാട്ടർ വിച്ച് ഹാസ് ഡിസോൾവ്ഡ് ആൻഡ് സസ്പെൻഡഡ് ഇംപ്യൂരിറ്റീസ് ഉണ്ട്. ഇത് ക്ലിയർ അല്ലേ? വാട്ടർ വിച്ച് വാഷസ് ഓഫ് ദ റോഡ്സ് ആൻഡ് റൂഫ്സ് ആൻഡ് ക്യാരീസ് ഹാർംഫുൾ സബ്സ്റ്റൻസസ് ഇസ് ടേം ടു ബി നോൺ ആസ് വാട്ട്? ഇംപ്യൂരിറ്റീസ് എന്ന് നമ്മൾ വിളിക്കുന്നതാണ് കണ്ടാമിനൻസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. സോ വി കോൾ ഇറ്റ് ആസ് എന്താണ് വിളിക്കുന്നത് നമ്മൾ? കണ്ടാമിനൻസ് എന്നൊരു പേരിലാണ് നമ്മൾ അവരെ വിളിക്കുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? നൗ നോക്കാം ടൈപ്സ് ഓഫ് ഇംപ്യൂരിറ്റീസും അതിന്റെ എക്സാമ്പിൾസും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ മക്കളെ? വി ഹാവ് ടൈപ്സ് ഓഫ് ഇംപ്യൂരിറ്റീസ്. എത്ര തരത്തിലുള്ള ഇംപ്യൂരിറ്റീസ് നമുക്ക് നോക്കാം. ഒന്ന് ഓർഗാനിക് ഇംപ്യൂരിറ്റീസ് ആണ്. എന്താണ്? നമ്പർ 1 വി ഹാവ് ഓർഗാനിക് ആയിട്ടുള്ള ഇംപ്യൂരിറ്റി ഉണ്ട്. അപ്പോൾ ഓർഗാനിക് ആയിട്ടുള്ള ഇംപ്യൂരിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? ഓർഗാനിക് എന്ന് പറയുമ്പോൾ എന്താണ്? സംതിങ് ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ആസ് നാച്ചുറലി ഓർഗാനിക് ആയിട്ടാണ്, എൻവയോൺമെന്റലി ആണ്. അപ്പോൾ എന്തായിരിക്കും അത് നോക്കാം നമുക്ക്. ഹ്യൂമൻ വേസ്റ്റ് നമുക്ക് പറയാം. ആനിമൽ വേസ്റ്റ്, ഓയില്, യൂറിയ, പെസ്റ്റിസൈഡ്സ്, ഹെർബിസൈഡ്സ്, ഫ്രൂട്ട്, വെജിറ്റബിൾസ് വേസ്റ്റ്. ഇതിൻ്റെ ഒക്കെ വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് നമ്മളെ ഓർഗാനിക് ഇംപ്യൂരിറ്റീസ് എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ്? ഹ്യൂമൻ ഫേസസ് ഉണ്ട്, നമുക്ക് തന്നെ എഴുതാം. ഹ്യൂമൻ ഫേസസ് ഉണ്ട്, സ്റ്റൂൾസ് എന്ന് പറയാം. പിന്നെ നമുക്ക് എന്തുണ്ട്? ആനിമൽ വേസ്റ്റ്, ഓയിൽ, യൂറിയ, പെസ്റ്റിസൈഡ്, ഹെർബിസൈഡ് എക്സെട്രൻ്റെ വേസ്റ്റും നമുക്കുണ്ട്. വെജിറ്റബിൾ വേസ്റ്റ്, വെജ് വേസ്റ്റ്, ഇതൊക്കെയാണ് നമ്മൾ എന്ത് പറയുക? ഒരു ഓർഗാനിക് എന്ന രീതിയിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത്. ഓർഗാനിക് ഇംപ്യൂരിറ്റീസിന്റെ കേസിൽ എന്തുണ്ട്? ഹ്യൂമൻ ഫേസസ് ഉണ്ട്, ആനിമൽ വേസ്റ്റസ്, ഓയിൽ, യൂറിയ, പെസ്റ്റിസൈഡ്സ്, ഹെർബിസൈഡ്സ്, ഫ്രൂട്ട്, വെജിറ്റബിൾ വേസ്റ്റസ് ഉണ്ട്. വെജിറ്റബിൾ വേസ്റ്റസ് ആണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ എന്തിൻ്റെ കേസിൽ? ഒരു ഓർഗാനിക് ഇംപ്യൂരിറ്റി എന്ന കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. വി കോൾഡ് ആസ് വാട്ട്? ഓർഗാനിക് ഇംപ്യൂരിറ്റീസ്. ക്ലിയർ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഇനി നോക്കാം, അടുത്തതായിട്ട് നമുക്ക് പറയാം ഇൻഓർഗാനിക് ഇംപ്യൂരിറ്റീസ്. രണ്ടാമതായിട്ട് നമുക്ക് ആരുണ്ട്? ഇൻഓർഗാനിക് ഇംപ്യൂരിറ്റീസ്. ഇൻഓർഗാനിക് ഇംപ്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ ഓർഗാനിക് അല്ലവ, ഇൻഓർഗാനിക് ആയിട്ടുള്ള ആളുകളാണ്. അതാരാണ്? നൈട്രേറ്റ്സ് ഉണ്ട്, ഫോസ്ഫേറ്റ്സ് ഉണ്ട്, മെറ്റൽസ് ഉണ്ട്. ആരൊക്കെയുണ്ട് മക്കളെ? നൈട്രേറ്റ്സ്, ഫോസ്ഫേറ്റ്സ് ആൻഡ് മെറ്റൽസ്. നൈട്രേറ്റ്സ്, ഫോസ്ഫേറ്റ്സ് ആൻഡ് മെറ്റൽസ്. നൈട്രേറ്റ്സ്, ഫോസ്ഫേറ്റ്സ് ആൻഡ് മെറ്റൽസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇൻഓർഗാനിക് ഇംപ്യൂരിറ്റീസിനെ കേസിൽ നമുക്ക് ആരൊക്കെ പഠിക്കാനുള്ളത്? നൈട്രേറ്റ്സ്, ഫോസ്ഫേറ്റ്സ് ആൻഡ് മെറ്റൽസ്. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? ഇതും ഓക്കെ അല്ലേ? ഈ ആൾക്കാരെയും നമ്മൾ ഓക്കെ ആയിട്ട് പഠിച്ചല്ലോ. സെറ്റ് അല്ലേ മക്കളെ? റെഡി അല്ലേ? ഇന്ന് നമുക്ക് ആരുണ്ട്? ന്യൂട്രിയൻ വേസ്റ്റസ് ആയിട്ട് നമുക്ക് ഫോസ്ഫറസും നൈട്രജനും ഉണ്ട്. ന്യൂട്രിയൻസ് ആയിട്ട് നമുക്ക് തരുവാനായിട്ട് ന്യൂട്രിയൻസ് എഴുതാം. ന്യൂട്രിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വി ഹാവ് phosphorus,
നൈട്രജൻ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, അതേപോലെ തന്നെ നൈട്രജൻ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, അതേപോലെ തന്നെ നൈട്രജൻ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, നൈട്രജൻ ഉണ്ട്. അപ്പോൾ ന്യൂട്രിയൻസിന്റെ കേസിൽ ഒരു ഇമ്പ്യൂരിറ്റി ആയിട്ട് ന്യൂട്രിയൻ എന്ന് പറയാം, ഫോസ്ഫറസിന് അക്യുമുലേഷൻ കൂടാം, നൈട്രജൻ അക്യുമുലേഷൻ കൂടാം, ഇതൊക്കെ ഒരു ഇമ്പ്യൂരിറ്റി ആയിട്ട് മാറുകയും ചെയ്യും. ഓക്കെ അല്ലേ? ഇനി നോക്ക് ബാക്ടീരിയ. Those which causes diseases such as cholera, dysentery and typhoid. എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്? നാലാമതായിട്ട് ബാക്ടീരിയ. ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന ഹാർംഫുൾ ഡിസീസസ് കോസിങ് ആയിട്ടുള്ള ആളുകളെ എന്തൊക്കെയാണ് മക്കളെ? കോളറ, ഡൈസെൻട്രി, അതായത് ലൂസ് മോഷൻ എന്ന രീതിയിൽ നമുക്ക് പറയാം, അതേപോലെ തന്നെ ടൈഫോയിഡ്. ഇവയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാക്ടീരിയൻ്റെ കാരണമായിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ്, ബാക്ടീരിയാസിൻ്റെ രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഇമ്പ്യൂരിറ്റീസിൻ്റെ കേസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ഫോർ യു. കോൺസെപ്റ്റ് ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? സോ ടൈപ്സ് ഓഫ് ഇമ്പ്യൂരിറ്റീസ് നമുക്ക് പറയാനുള്ളത് ഓർഗാനിക് ഇമ്പ്യൂരിറ്റീസ്, നമ്മൾ ഹ്യൂമൻ ഫേസസ്, ആനിമൽ വേസ്റ്റ്, ഓയിൽ, യൂറിയ, പെസ്റ്റിസൈഡ്സ്, വെജിറ്റബിൾ വേസ്റ്റ്, ഹെർബിസൈഡ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്കുള്ളത് ഇൻഓർഗാനിക് വേസ്റ്റ് ആണ്. അതിൽ നമുക്ക് ഇമ്പ്യൂരിറ്റി ആണ്. അത് നമുക്ക് നൈട്രേറ്റ്സ് ഉണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്, മെറ്റൽസ് ഉണ്ട്. ന്യൂട്രിയൻസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഫോസ്ഫറസും നൈട്രജനുമായിട്ടുണ്ട്. ബാക്ടീരിയൻ്റെ കേസിൽ പറയുകയാണെങ്കിലോ ദോസ് വിച്ച് കോസ് ഡിസീസസ് സച്ച് ആസ് കോളറ, ഡൈസെൻട്രി ആൻഡ് ടൈഫോയിഡ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടൈപ്സ് ഓഫ് ഇമ്പ്യൂരിറ്റീസും അതിൻ്റെ എക്സാമ്പിൾസുമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? റെഡി അല്ലേ? ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. സീവർ എന്താണ് മക്കളെ? സീവർ എന്ന് പറഞ്ഞാൽ, സീവർ എന്ന് വെച്ചാൽ എന്താണ്? ഫീവർ അല്ല, സീവർ. സോ സീവർ നോക്കാം, ശ്രദ്ധിച്ചോ, സിമ്പിൾ ആണ്. എ സീവർ ഇസ് എ അണ്ടർഗ്രൗണ്ട് പാസേജ് ഫോർ ക്യാരിയിങ് ഓഫ് ഡ്രെയിനേജ് വാട്ടർ ആൻഡ് വേസ്റ്റ് മാറ്റർ. എടാ നമ്മൾ ഒരു എന്താ പറയുക, ഓടാന്നൊക്കെ പറയില്ല, അഴുക്കിച്ചാൽ റോഡിൻ്റെ ഒക്കെ അടിയിലായിട്ട് ഒരു പാത്ത് വേ ഉണ്ടല്ലോ, ഒരു പൈപ്പിലൂടെ ഒക്കെ ഇങ്ങനെ പോകുന്നത്, അതിനാണ് നമ്മൾ സീവർ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ആൻ അണ്ടർഗ്രൗണ്ട്, നോക്ക്, അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള ഒരു പാസേജ് ആണ്, അണ്ടർഗ്രൗണ്ട് പാസേജ് ആണ്. എന്താണ് സീവർ എന്ന് പറയുമ്പോൾ? ഇറ്റ്സ് ആൻ അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള ഒരു പാസേജ് ആണ് സീവർ. സീവർ ഇസ് ആൻ അണ്ടർഗ്രൗണ്ട് പാസേജ് ആണ്. എന്തിനാണ് അണ്ടർഗ്രൗണ്ട് പാസേജസ്? നോക്ക്, ഫോർ carrying of drainage water and waste matter. എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് ആൻ അണ്ടർഗ്രൗണ്ട് പാസേജ്, ഒരു അണ്ടർഗ്രൗണ്ട് പാസേജ് ആണ്. ഫോർ ക്യാരിങ് ഓഫ് ഡ്രെയിനേജ് വാട്ടർ, ഫോർ ക്യാരിങ് ഓഫ് എന്താണ് മക്കളെ? ഡ്രെയിനേജ് വാട്ടർ ആൻഡ് വേസ്റ്റ് മാറ്റർ. ഫോർ ക്യാരിങ് ഡ്രെയിനേജ് മാറ്ററും അതേപോലെ തന്നെ വേസ്റ്റ് മാറ്ററും. ഫോർ ക്യാരിങ് ഓഫ് ഡ്രെയിനേജ് വാട്ടറും വേസ്റ്റ് മാറ്ററും. ഇതിനാണ് നമുക്ക് എന്തുള്ളത്? സീവർ ഉള്ളത്. നമുക്ക് സീവർ ക്ലിയർ അല്ലേ? സീവറിന്റെ കോൺസെപ്റ്റ് ഇറ്റ്സ് ആൻ അണ്ടർഗ്രൗണ്ട് പാസേജ് ഫോർ ക്യാരിങ് ഓഫ് ഡ്രെയിനേജ് വാട്ടർ ആസ് വെൽ ആസ് വേസ്റ്റ് മാറ്റർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സീവറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് സീവർ ഈസ് ഓൾസോ ക്ലിയർ ഫോർ യു. സീവറിന്റെ കോൺസെപ്റ്റ് ഓക്കെ അല്ലേ മക്കളെ? നമുക്ക് സെറ്റ് അല്ലേ? റെഡി അല്ലേ? നമുക്ക് അടുത്ത പാട്ടിലേക്ക് ഒന്ന് മൂവ് ചെയ്താലോ? എന്നാ നോക്കാം. സീവറേജ് എന്താണ് നോക്കാം. എന്താണ് മക്കളെ സീവറേജ്? ഒന്നുമില്ല, the provisions of drainage at a place by lying sewers under the ground is called as sewerage. It takes the wastewater to a point of disposal, a treatment അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് പ്ലാൻ. അതായത് ഈ ഒരു കംപ്ലീറ്റ് പാത്ത് വേ എന്നൊരു സിസ്റ്റം, അതായത് സീവറിലൂടെ സീവേജ് കണക്ട് ചെയ്ത് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന എന്തിലൊരു പ്രൊവിഷൻ ആണ് നമുക്ക് പറയാം? സീവറേജ് എന്നൊരു പ്രൊവിഷനിലായിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്താണ് സീവറേജ് എന്ന് പറയുമ്പോൾ? ദ പ്രൊവിഷൻ ഓഫ് ഡ്രൈനേജ് അറ്റ് എ പ്ലേസ്, ദ പ്രൊവിഷൻ ഓഫ് നോക്കാം, അതൊരു ഗ്രൂപ്പ് ഓഫ് എന്ന രീതിയിൽ പറയാം. ദ പ്രൊവിഷൻ ഓഫ് ഡ്രൈനേജ് ആണ്. ഡ്രൈനേജ് അറ്റ് എ പ്ലേസ്, ഒരു പ്ലേസിൽ ഒരു കംപ്ലീറ്റ് ഡ്രൈനേജ് ഉണ്ടാവും. ആ പ്ലേസിൽ ലേയിങ് ആയിട്ടുള്ള സീവേഴ്സിനൊക്കെ അണ്ടർഗ്രൗണ്ടിലൂടെ കണക്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊവിഷൻ ആണ് നമ്മൾ പറയുന്നത് എന്ത്? സീവറേജ് എന്ന്. പ്ലേസ്ഡ് ബൈ എ laying sewers under the ground
അല്ലേ? അതായത് മക്കളെ ഒന്നുമില്ല, ഒരു റോഡ് എടുക്കുക. റോഡിനടുത്തുള്ള ഈ സൈഡിലുള്ള ഡ്രെയിനേജസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നേരെ നമ്മുടെ എന്താണ് സീവറേജിലേക്ക് കണക്ട് ചെയ്തിട്ട് അതിലൂടെ നമ്മൾ സീവേജ് പോയിട്ട് ഫൈനലി ഒരു എന്താ പറയുക, ഒരു ഡിസ്പോസൽ മെറ്റീരിയലോ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റിലേക്കോ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് പ്ലാനിലേക്കോ എത്തിപ്പെടുന്ന ഒരു കംപ്ലീറ്റ് പ്രോസസ്സിനെ നമ്മൾ പറയുക സീവറേജ്. ആ ഒരു കംപ്ലീറ്റ് പാത്തിനാണ് നമ്മൾ പറയുന്നത് സീവറേജ് എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. ക്ലിയർ ആയോ? അണ്ടർഗ്രൗണ്ടിലാണ് അത് മെയിൻ കാണുന്നത്. അണ്ടർഗ്രൗണ്ട് ഈസ് കോൾഡ് സീവറേജ്. ഇറ്റ് ടേക്സ്, എന്താണത് ടേക്സ് ചെയ്യുന്നത് മക്കളെ? ഇറ്റ് ടേക്സ് ദ വേസ്റ്റ് വാട്ടർ ടു ദ പോയിന്റ് ഓഫ് ഡിസ്പോസൽ. ഇറ്റ് ടേക്സ് ദ വേസ്റ്റ് വാട്ടർ. എവിടെയാണ് വേസ്റ്റ് വാട്ടർ? എവിടേക്കാണ് എത്തുന്നത്? പോയിന്റ് ഓഫ് ഡിസ്പോസൽ. വേസ്റ്റ് വാട്ടറിനെ അറ്റ് ദ പോയിന്റ് ഓഫ് ഡിസ്പോസൽ. അറ്റ് ദ പോയിന്റ് ഓഫ് ഡിസ്പോസൽ വേസ്റ്റ് വാട്ടറിനെ എത്തിക്കുന്ന ഒരു കണ്ടീഷൻ ആയിട്ടാണ് നമ്മൾ അവരെ പറയുന്നത്. അറ്റ് എ പോയിന്റ് ഓഫ് ഡിസ്പോസൽ, ഒരു പോയിന്റ് ഓഫ് ഡിസ്പോസൽ എന്ന രീതിയിൽ നമ്മൾ പറയുന്നു. അതായത് എവിടത്തേക്ക് എത്തുന്നത്? വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാൻ, ഒരു ട്രീറ്റ്മെന്റ് പ്ലാനിലേക്ക്, ഒരു ട്രീറ്റ്മെന്റ് അതായത് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് നമ്മൾ ഇതൊക്കെ എത്തിക്കുന്ന കണ്ടീഷൻ നമ്മൾ പറയാ സീവറേജ് എന്ന്. മനസ്സിലായോ മക്കളെ കോൺസെപ്റ്റ്? ദ പ്രൊവിഷൻ ഓഫ് ഡ്രെയിനേജ് അറ്റ് എ പ്ലേസ് ബൈ laying sewers under the ground is called sewerage, and it takes the waste water to the point of disposal. അതായത് ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ എന്ന രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ, ഇനി നോക്ക് മാൻഹോൾ. എന്താണ് മക്കളെ ഈ മാൻഹോൾ എന്ന് വെച്ചാൽ? നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ മാൻഹോൾ. നമുക്ക് നോക്കാം. മാൻഹോൾ, a manhole is a covered vertical hole in the ground. നമ്മൾ ഗ്രൗണ്ടിലൊക്കെ കാണുന്ന ഒരു ചെറിയൊരു റൗണ്ട് ആയിട്ടുള്ള സാധനം കാണില്ല? റോഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു റൗണ്ട് ആയിട്ടുള്ള സാധനം ഇങ്ങനെ തുറക്കാനൊക്കെ പറയും. നമ്മൾ ധൂമില് ഹൃത്തിക് റോഷൻ ഇങ്ങനെ അതിനിടയിലൂടെ പോയിട്ട് ഇതൊക്കെ, അതാണ് എന്ത്? മാൻ ഹോൾ എന്ന് നമ്മൾ പറയുന്നത് മക്കളെ. മാൻ ഹോൾ ഇസ് കവേർഡ് എ വെർട്ടിക്കൽ ഹോൾ ഇൻ ദ ഗ്രൗണ്ട് ഓർ എ പേവ്മെന്റ് ഓർ റോഡ്. മാൻഹോൾസ് ആർ എന്താണ്? ലൊക്കേറ്റഡ് എവറി 50-60 മീറ്റർ ഇൻ എ സീവറേജ് സിസ്റ്റം. ഒരു സീവറേജ് സിസ്റ്റത്തിലെ 50 to 60 മീറ്റർ അകലെ ആയിട്ടാണ് നമുക്ക് എന്തുള്ളത്? ഒരു മാൻഹോൾ ഉള്ളത്. അറ്റ് ദ ജംഗ്ഷൻ ഓഫ് 2 or more sewers and at points where there is a change in direction of the sewer line. അവിടെയൊക്കെ ആയിട്ടാണ് നമുക്ക് മാൻഹോൾസ് കാണപ്പെടുന്നത്. അപ്പോൾ ഒരു മാൻഹോൾ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? It is a vertical hole covered ആണ് in ground, pavement, road, pavement, basement എന്തൊക്കെ വേണമെങ്കിലും പറയാം. ഈ മാൻഹോൾസ് നമ്മൾ ലൊക്കേറ്റഡ് എവറി 50 to 60 മീറ്റർ ബിറ്റ്വീൻ ആയിട്ട് അത് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സീവറേജ് സിസ്റ്റത്തിൻ്റെ ആണ്. ഒരു സീവറേജ് സിസ്റ്റത്തിന്റെ ഒരു 50 to 60 ഈ ഒരു ഗ്യാപ്പിലാണ്, മീറ്റർ ഗ്യാപ്പിലാണ് അവർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? അറ്റ് ദ ജംഗ്ഷൻ ഓഫ് 2 or more sewers and at points where there is a change in direction of sewers. അതേപോലെ തന്നെ ജംഗ്ഷൻസിലായിട്ടും അതേപോലെ തന്നെ ഡയറക്ഷൻ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്ന സീവേഴ്സിൻ്റെ അടുത്ത് ആയിട്ടാണ് മെയിൻ ആയിട്ട് ഈ മാൻ ഹോൾ നമ്മളെ കണ്ടുവരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മാൻ ഹോളിൻ്റെ കേസിലോ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ഫോർ യു. കോൺസെപ്റ്റ് ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? ഓക്കെ. So a manhole is a covered vertical hole in the ground or pavement അല്ലെങ്കിൽ റോഡ്. ശ്രദ്ധിക്കുക, manholes are located every 50 to 60 meter ആണ് in sewerage system. അതേപോലെ നോക്കുക, at the junction of 2 or more sewers, 2 or 3 sewers ജംഗ്ഷനിൽ അത് കാണപ്പെടുന്നുണ്ട്. At points where there is a change in direction of sewer line. ഉള്ള സ്ഥലങ്ങളിലും നമ്മൾ മാൻഹോൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു സീവർ മാൻഹോളിൻ്റെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ്സ് ആർ ക്ലിയർ. നൗ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് സെഷൻ. ഓക്കെ സ്റ്റുഡൻസ്, ബൈ.